ദീനിനെ ഹയാത്താക്കുക, ദീനിനെ പുനരുജ്ജീവിപ്പിക്കുക, ദീനിൽ നവോത്ഥാനം നടത്തുക. അതാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അവരുടെ ആ നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചയാണ് ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് മുഹീദ്ദീൻ എന്ന നാമം എന്നും മസ്ജിദുകൾക്ക് ആദരപൂർവം വയ്ക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ പാളയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള പ്രശസ്തമായ മസ്ജിദ്, അതിൻ്റെ പേര് മുഹീദ്ദീൻ മസ്ജിദ് എന്നാണ്. അങ്ങനെ കാസർഗോഡ് വരെ നിങ്ങൾക്ക് കാണാം. മറ്റ് രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെയും കാണാം. മസ്ജിദ് തഖ്വയുടെ മേൽ തറക്കല്ലിട്ട മസ്ജിദാകണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖും ഫീഹി അബദ, ആ മസ്ജിദിൽ ഒരിക്കലും കയറരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, തറക്കല്ലിടുമ്പോൾ തന്നെ തഖ്വയുടെ മേൽ തറക്കല്ലിട്ട മസ്ജിദ്, അതാണ് തങ്ങൾക്ക് കയറാൻ ഉത്തമം. മദീനയിൽ മുനാഫിഖുകൾ മസ്ജിദ് എന്ന് പറഞ്ഞൊരു കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ലാ തഖും ഫീഹി അബദ, ഒരിക്കലും അതിൽ കടന്നു പോകരുത്. അത് തഖ്വയുടെ മേൽ ഉണ്ടാക്കപ്പെട്ടതല്ല. അത് വല്ലദീന ഇത്തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു, അത് ഫിത്നയുണ്ടാക്കാൻ വേണ്ടിയും മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയും ഉണ്ടാക്കിയതാണ്. മുഅ്മിനീങ്ങൾക്ക് എന്നും ഐക്യവും സ്നേഹവും ആണ് വേണ്ടത്. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഭിന്നിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുകളിലൊന്നും തങ്ങൾ പോകാൻ പാടില്ല എന്നത് നമുക്കും നിർദ്ദേശമാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെ ഭിന്നിപ്പിന്റെ സ്ഥലങ്ങളിലേക്ക് പോകരുത്. മുഅ്മിനീങ്ങൾ എന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണം. കുടുംബ മഹിമയുടെ പേരിലോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അഖീദയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുഅ്മിനീങ്ങളെല്ലാം ഒരേ ആശയത്തിലും ഒരേ രീതിയിലും ജീവിക്കണം. അങ്ങനെ ഉണ്ടാക്കിയ മസ്ജിദുകളാണ് തഖ്വയുടെ മേലുണ്ടാക്കിയ മസ്ജിദ്. അതിന്റെ അടയാളം ഖുർആൻ പറയുന്നത് ഫീഹി റിജാലുൻ, ആ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരാണ് വരിക. യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ആത്മശുദ്ധിയെയും ശരീരത്തിന്റെ ശുദ്ധിയെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അള്ളാഹുവിനും ആ ശുദ്ധി ത്വഹാറത്താണ് അള്ളാഹുവിന് ഇഷ്ടം. അതിനല്ലാഹു അൻ തുർഫഅ, മറ്റൊരായത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിനല്ലാഹു അൻ തുർഫഅ, മസ്ജിദ് നന്നായി ഉയർത്തിയുണ്ടാക്കാനും പ്രൗഢിയോടെ ഉണ്ടാക്കാനും അല്ലാഹു തആല അനുവാദം നൽകിയിട്ടുണ്ട്. ഡമാസ്കസിൽ, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ്, അവിടെ വീടുകളൊക്കെ വലിയ വലിയ വീടുകളാക്കി ഉയർത്തിയുണ്ടാക്കി മനോഹര സൗധങ്ങൾ പണിത സമയത്ത് മസ്ജിദുകളെ മനോഹരമാക്കാൻ പറ്റുമോ, ഉയർത്തിയുണ്ടാക്കാൻ പറ്റുമോ? മസ്ജിദിന് അലങ്കാരം കൊടുക്കാൻ പാടില്ല, മസ്ജിദിന് ആഡംബരമാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഉണ്ട്. അപ്പൊ എന്ന് വെക്കുമ്പോൾ മസ്ജിദ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ചപ്പോ അവിടുന്ന് നൽകിയ ഫത്വ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്, അതിനല്ലാഹു അൻ തുർഫഅ, മസ്ജിദ് നന്നായി ഉയർത്തിയുണ്ടാക്കണം, അതിന് അല്ലാഹു തആല സമ്മതം തന്നിട്ടുണ്ട്. അപ്പൊ നാട്ടിലുള്ള വീടുകളും റോഡുകളും എല്ലാം പ്രൗഢമായാൽ മസ്ജിദ് അതിനേക്കാളും പ്രൗഢമാകണം. ആഡംബരമാകരുത് എന്ന് പറഞ്ഞത് അനാവശ്യമായ ആഡംബരങ്ങൾ കൂട്ടിച്ചേർത്ത് അതൊരു കാഴ്ച വസ്തുവായി മാറുന്ന രീതിയിലേക്ക് പോകരുത്. മറിച്ച് നാട്ടില് എല്ലാം ഉഷാറാകുമ്പോൾ പള്ളി അതിൻ്റെ ഇടയിൽ ഒന്നിനും കൊള്ളരുതാത്ത ഒരു രീതിയിൽ, ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ആയി പോകാൻ പാടില്ല എന്നാണ്.
അപ്പൊ നാടിന്റെ കാലത്തിനനുസരിച്ചുള്ള വളർച്ചയും മികവും മസ്ജിദുകൾക്ക് ഉണ്ടാകണം. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദ്. ഈത്തപ്പനയുടെ കാണ്ഡവും അതിന്റെ ഓലകളും ഉപയോഗിച്ചുണ്ടാക്കിയ മസ്ജിദ്, നിലത്ത് മണൽ വിരിച്ച മസ്ജിദ്. മസ്ജിദാണ്. മസ്ജിദിന് എന്തു തരം ബിൽഡിങ് എന്ന കണക്കില്ല. ആദ്യകാലത്ത് അതിന് ചുവര് മറച്ചുകെട്ട് പോലും ഇല്ലാതിരുന്നു. ചിലപ്പോൾ നായകളൊക്കെ മസ്ജിദിലേക്ക് വന്നു പോകുമായിരുന്നു എന്ന് ബുഖാരിയിൽ ഹദീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. വകാനത്തിൽ കിലാബു തുദ്ബിറു വതുഖ്ബിലു വതുദ്ബിറു ഫീ മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അതിന് മറയൊക്കെ വെച്ച് കെട്ടി. ആ മസ്ജിദിലൂടെ ഒരുപാട് വീടുകളിലേക്ക് വഴിയായിരുന്നു. അങ്ങനെ ആളുകൾ നിറഞ്ഞപ്പോ പിന്നെ അങ്ങ് നിസ്കാരത്തിന്റെ ഇടക്കൊക്കെ ആളുകൾ വഴി പോകുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സുദ്ദു ജമീഅൽ അബ്വാബ് ഇല്ലാ ബാബ അബീ ബക്കർ. എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്യുക. വീടുകൾക്കൊക്കെ പുറത്തുകൂടെ ഒരു വഴി കൊടുത്തിട്ട് അതിൽ സഞ്ചരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ മാത്രം പള്ളിയിൽ നിന്ന് അവിടെ നിന്നോട്ടെ. അപ്പൊ വലിയ ആളുകൾക്ക് പരിഗണന, മഹത്തുക്കളായ ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നതിൽ തെറ്റില്ല എന്നും റസൂലുള്ളാഹി തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. ആ മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വികസിപ്പിച്ചു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നല്ല കൊത്തുവെച്ച കല്ലുകൾ ഉപയോഗിച്ച് ആ മസ്ജിദ് ഉണ്ടാക്കി. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേക്കിന്റെ മരം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മച്ചുണ്ടാക്കി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ലോകത്ത് മുഴുവനും വലിയ വലിയ മസ്ജിദുകൾ വന്നു. ഈ മസ്ജിദുകൾക്ക് കേരളീയർ പള്ളി എന്ന് പറയാനുള്ള കാരണം കൊല്ലത്തുകാർക്ക് ശരിക്കറിയാം. ഇവിടുന്ന് ചെങ്കോട്ട അങ്ങോട്ട് കടന്നാൽ അവിടെയൊക്കെ എന്താ പറയാ, വിദ്യാലയത്തിനാണ് പള്ളി എന്ന് പറയുക. വിദ്യാലയത്തിന്. കേരളത്തിലെ മസ്ജിദുകളെല്ലാം ദർസുള്ളതായതുകൊണ്ട്, അധ്യാപനം നടക്കുന്ന ഇടമായതുകൊണ്ടാണ് പള്ളി എന്ന ഒരു പേര് മസ്ജിദുകൾക്ക് വന്നത്. അപ്പൊ ദർസ് ഉണ്ടാവണം മസ്ജിദിൽ. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു. മസ്ജിദുകളിൽ ദിക്ർ ചൊല്ലണം, ദിക്ർ ഹൽഖകൾ നടക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, നിസ്കാരം നടക്കണം. ഏറ്റവും അടിസ്ഥാനപരമായ നിസ്കാരമാണ്. അഖിമി സ്വലാത ലിദിക്രി. നിസ്കാരം നടക്കണം, ഖുർആൻ പാരായണം നടക്കണം. അതുപോലെ ഖുതുബ എന്ന് പറഞ്ഞാൽ അതും ഒരു ദിക്റാണ്. അതുകൊണ്ടാണ് ഖുതുബ അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കണം എന്ന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചത്. ലിഅന്നഹു ദിക്റുൻ. ഖുതുബ ദിക്റാണത്. അപ്പോ അത് അറബിയിൽ തന്നെ നടക്കണം എന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഖുതുബയും നിസ്കാരവും ഖുർആൻ പാരായണവും മറ്റു ദിക്റുകളും സ്വലാത്തുകളും ഇൽമു പറയലും ഇതൊക്കെയാണ് മസ്ജിദിൽ നടക്കേണ്ട കാര്യം. മസ്ജിദ് മറ്റു ദുനിയവിയായ ഒരു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായി മാറാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അങ്ങനെ മസ്ജിദുകളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലം അഫ്ളലു ബിഖാഇൽ അർളി മസാജിദുഹാ. മസ്ജിദാണ് ഭൂമിയിൽ ഏറ്റവും പൗരുഷിയാക്കപ്പെട്ട സ്ഥലം. ലോകത്തെ ഏറ്റവും മുന്തിയ മസ്ജിദ് അത് കഅബയാണ്, മസ്ജിദുൽ ഹറാമാണ്. പിന്നെ മസ്ജിദുൻ നബവിയാണ്, മസ്ജിദുൽ അഖ്സയാണ്. അതിനുശേഷം പിന്നെ ധാരാളം എല്ലാ മസ്ജിദുകൾക്കും പോരിശയുണ്ട്. മസ്ജിദ് ഖുബ അതിന് പ്രത്യേക പോരിശയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് മസ്ജിദ് ഖുബയിലേക്ക് നടന്നു പോവുകയും അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവനൊരു ഉംറ ചെയ്ത കൂലിയുണ്ട് എന്ന്. എല്ലാ ശനിയാഴ്ചയും നബി തങ്ങൾ മദീനയിൽ നിന്ന് ഖുബയിലേക്ക് നടന്നുപോയി അവിടെ വെച്ച് ദുഹാ നിസ്കരിക്കുമായിരുന്നു. അതുപോലെ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, മഹത്തുക്കൾ സ്ഥാപിച്ച മസ്ജിദുകൾ, അവരുടെ ബറക്കത്തുള്ള സ്ഥലങ്ങൾ എന്ന നിലക്ക് പല ഖാരിജിയായ കാരണങ്ങൾ കൊണ്ട് മസ്ജിദുകൾക്ക് പ്രത്യേകതയുണ്ടാകും എന്നല്ലാതെ എല്ലാ മസ്ജിദുകൾക്കും മസ്ജിദ് എന്ന ഹൈസിയത്തിൽ എല്ലാ മസ്ജിദുകൾക്കും കൂലി കണക്കാണ്.
അപ്പൊ ഈ പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്ന നിലക്ക് മസ്ജിദിനോട് ആദരവ് കാണിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആരാധനാലയങ്ങളോടൊരു ആദരവ്, ഇപ്പൊ ഒരു സംഘടനയുടെ പരിപാടിയുടെ മസ്ജിദ് ഉദ്ഘാടനത്തിന്റെ മറ്റോ അനൗൺസ്മെന്റ് പോവുകയാണെങ്കിൽ അമ്പലത്തിന്റെ അടുത്തെത്തിയാലും ചർച്ചിനടുത്തെത്തിയാലും മസ്ജിദിനടുത്തെത്തിയാലൊക്കെ അനൗൺസ്മെന്റ് ഓഫാക്കും. അത് അമ്പലക്കാരന്റെ ജാഥ പോവുകയാണെങ്കിലും മസ്ജിദിന്റെ മുന്നിലെത്തുമ്പോൾ അവിടെ അവര് ശബ്ദം കുറക്കും. അങ്ങനെ ആ ശബ്ദം കുറച്ചുകൊണ്ട് പോലും മസ്ജിദുകളോട് ആരാധനാലയങ്ങളോട് ആദരവ് കാണിക്കുന്ന രീതി, അത് ഭാരതീയന്റെ രീതിയാണത്. ആരാധനാലയങ്ങളോട് കാണിക്കുന്ന ആദരവ്. അതുകൊണ്ടാണ് ആരാധനാലയത്തോട് മസ്ജിദിനോട് ഒരാൾ വെറുപ്പ് കാണിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ, വെറുപ്പോടുകൂടി നോക്കിയാൽ, അല്ലെങ്കിൽ അതിനെ പുച്ഛിച്ചുകൊണ്ട് തുപ്പിയാൽ അത് അവൻ ദീനിൽ നിന്ന് ഖാരിജായി പോകാൻ കാരണമായി തീരും എന്നുവരെ പഠിപ്പിച്ചിട്ടുള്ളത് മസ്ജിദുകൾക്ക് കൊടുക്കേണ്ട ആദരവ് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, മൻ ബനാ ലില്ലാഹി, അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്. അല്ലാഹു തആലക്ക് വേണ്ടി ഒരു ഭവനം ഒരാൾ ഭൂമിയിൽ പണിതാൽ അവന് അല്ലാഹു തആല സ്വർഗത്തിൽ ഭവനം പണിയുന്നതാണ്. ഒരാൾ സ്വന്തമായൊരു മസ്ജിദ് ഉണ്ടാക്കിയാൽ അയാൾക്കൊരു വീട് കിട്ടും. 4 ആള് ചേർന്നുകൊണ്ടൊരു മസ്ജിദ് ഉണ്ടാക്കിയാൽ 4 ആൾക്കും സ്വർഗത്തിൽ വീട് കിട്ടും. 100 ആള് ചേർന്നുകൊണ്ടുണ്ടാക്കിയാൽ 100 ആൾക്കും കിട്ടും. അള്ളാഹുവിന്റെ അടുത്ത് കൊടുത്താൽ തീരുകയില്ല. അതുകൊണ്ട് സ്വർഗം ഉറപ്പാണ് എന്ന് വെച്ചിട്ട് ഞാനൊരു മസ്ജിദ് ഉണ്ടാക്കിയ എനിക്ക് സ്വർഗം ഉറപ്പാണ് എന്നെനിക്ക് പറയാൻ പറ്റൂല. പ്രതീക്ഷിക്കാം. കാരണം സ്വർഗം ഉറപ്പാകണമെങ്കിൽ ഈമാനോടുകൂടി മരിക്കുകയും വേണം. ഈമാനോടുകൂടി മരിക്കണം. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരിക്കുന്നവരെ ജീവിക്കുകയും ഈ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുകയും ചെയ്താൽ മാത്രമേ സ്വർഗം ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക് സ്വർഗം ഉറപ്പാണ്. അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളെ നമ്മൾ പറയുമ്പോൾ സ്വർഗം ഉറപ്പാണ് എന്ന് പറയുകയല്ലാതെ മുഅ്മിനീങ്ങൾക്കെല്ലാം സ്വർഗം ഉറപ്പാണ് എന്നല്ലാതെ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാണ് എന്നോ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് അയാൾക്ക് നരകം ഉറപ്പാണ് എന്നോ ഒന്നും പറയാൻ പറ്റൂല. മരിക്കുന്ന സമയത്ത് ഈമാനുണ്ടോ എങ്കിൽ സ്വർഗം ഉറപ്പാണ്. മരിക്കുന്ന സമയത്ത് ഈമാനില്ലേ എങ്കിൽ നരകം ഉറപ്പാണ്. അല്ലാഹു നമ്മയെല്ലാം ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തി തരട്ടെ. അപ്പൊ പള്ളിയായി മാറണം നമ്മുടെ മസ്ജിദുകളെല്ലാം. പഴയകാലത്തെ മസ്ജിദുകളാണ് ലോകത്ത് യൂണിവേഴ്സിറ്റികളായി മാറിയത്. വാർത്തയിൽ കണ്ടതെല്ലാം വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ വാർത്തയിൽ കണ്ടു എന്ന് പറയുന്നത്. ആസാമിലെ മുഖ്യമന്ത്രി അവിടുത്തെ മദ്രസകളെല്ലാം പൊളിച്ചു കളയാൻ തീരുമാനിച്ചു. ഇവിടെ മദ്രസകളല്ല ആവശ്യം, സ്കൂളുകളും കോളേജുകളുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടതാണ്. അയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാ. മദ്രസ എന്ന് പറയുന്നത് വിദ്യാലയത്തെ കുറിച്ചാണ്. മദ്രസ എന്ന് പറയുന്നതിനെയാണ് പിൽക്കാലത്ത് കോളേജ് എന്ന് പറഞ്ഞു വന്നത്. പണ്ട് കാലത്ത് വേറെ ആർക്കും വിദ്യാലയങ്ങളില്ലല്ലോ. കോളേജ് എന്ന വാക്ക് തന്നെ അറബിയിലെ കുല്ലിയ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ കോളേജ് എന്ന പദം ഉണ്ടായത്. കുല്ലിയ എന്ന് പറഞ്ഞാൽ കുറെ വിജ്ഞാനങ്ങൾ ഒന്നിച്ചു പഠിപ്പിക്കുന്ന സ്ഥലത്തിനാണ് പറയുക കോളേജ്. മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സുവോളജിയും ആസ്ട്രോണമിയും എല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാകുമ്പോൾ അതിന് കോളേജ് എന്ന് പറയും. ഒരു സയൻസ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നേ പറയുകയുള്ളൂ, അതിന് കോളേജ് എന്ന് പറയില്ല. മഅഹദ് എന്നാണ് പറയുക. ഈ മദ്രസ എന്ന് പറയുന്നതാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് കൊൽക്കത്തയിലെ ആലിയ യൂണിവേഴ്സിറ്റി. ആലിയ എന്നത് മദ്രസത്തുൽ ആലിയ എന്ന പേരിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമാണത്. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മൊറോക്കോയിലെ ഫാസ് നഗരത്തിലുള്ള അൽ ഖറവിയീൻ എന്ന് പറയുന്ന മസ്ജിദാണ്. ആദ്യത്തെ മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ല, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാ മനുഷ്യരെയും എടുത്താൽ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റി.
യൂറോപ്പിൽ നിന്നുള്ള ക്രിസ്ത്യാനികള് അവര് ബ്രിട്ടീഷുകാരൻ അവിടെ തുണിയെടുക്കാൻ അറിയാതെ ഞണ്ട് പെറുക്കുന്ന കാലത്ത് മഗ്രിബിൽ മുസ്ലിംകൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെയിനിൽ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് കുർത്തുബ യൂണിവേഴ്സിറ്റി, കൊർഡോവ എന്ന് പറയുന്ന. ബലൻസിയ, ഉന്തുലുസ്, ഇതെല്ലാം വലിയ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ മസ്ജിദുകളാണ്. അതിനുശേഷം വന്ന ടുണീഷ്യയിലെ സൈത്തൂന, കൈറോവിലെ അൽ അസ്ഹർ, ഇതൊക്കെ 1000 വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളാണ്. ആ മസ്ജിദുകൾക്ക് ഒരുപാട് തൂണുണ്ടാകും. ഓരോ തൂണിലും ഓരോ പണ്ഡിതൻ ചാരിയിരിക്കും. അതിന് ചുറ്റും മുത്തഅല്ലിമുകൾ വന്ന് നിലത്തിരുന്നു കൊണ്ട് പഠിക്കും. ഓരോ തൂണിലും ചാരിയിരിക്കുന്നത് ഒരാൾ ഫിഖ്ഹ്, മറ്റൊരാൾ തഫ്സീർ, വേറെ ഒരാൾ അഖീദ, ഒരാൾ കീമിയ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, മറ്റൊരാൾ ഇൽമുൽ ഹയാത്ത് ബയോളജി, മറ്റൊരാൾ ഇൽമുൻ നബാത്താത്ത് ബോട്ടണി. ഇങ്ങനെ എല്ലാ സയൻസുകളും മസ്ജിദിലെ ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് പഠിപ്പിച്ചു. അങ്ങനെയാണ് ലോകത്ത് വിദ്യാഭ്യാസം, വിജ്ഞാനവും ഗവേഷണവും ഒക്കെ വളരുന്നത്. ലോകപ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ, അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ ആമുഖം തന്നെ വലിയൊരു കിതാബാണ്. മുഖദ്ദിമ എന്ന പേരിൽ മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാതൃഭൂമി. മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ വലിയൊരു 100 വാള്യങ്ങളുള്ള ഒരു പുസ്തകത്തിന്റെ ആമുഖമാണത്. അതിന്റെ തന്നെ കുറഞ്ഞ ഭാഗമേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ പഠിച്ചത് അൽ ഖറവീൻ എന്ന് പറഞ്ഞ മസ്ജിദിലാണ്. പള്ളി ദർസുകൾ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അതിനുശേഷം വന്ന സൈത്തൂനയും അസ്ഹറും ഒക്കെ ജാമിഉൽ അസ്ഹർ, അസ്ഹർ മസ്ജിദ് എന്നാണ് അതിന്റെ പേര്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ജാമിഅ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന പേരാക്കി മാറ്റിയത്. യൂണിവേഴ്സിറ്റി അല്ല, മൾട്ടിവേഴ്സിറ്റിയാണ്. എല്ലാ തരം ഉലൂമുകളും പഠിപ്പിക്കുന്ന ഇടമാണത്. അങ്ങനെ ആ മസ്ജിദുകളിൽ നിന്ന് പഠിപ്പിച്ചു വന്ന വിജ്ഞാനീയം കേരളത്തിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. കോഴിക്കോട്ടെ ജുമാ മസ്ജിദ് അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. പൊന്നാനിയിലെ ജുമാ മസ്ജിദ് അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. കൗലം എന്ന് അറബികൾ പേരിട്ട 4 നാട് ഇന്ത്യയിലുണ്ട്. ഒന്ന് കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോടിന്റെ വടക്ക് കൊയിലാണ്ടിക്കടുത്താണ്. അത് കൊല്ലം എന്നാണ് നാട്ടുകാർ വിളിക്കുക. ഇവിടെയും അതുപോലെ കൊല്ലം എന്നാണ് നാട്ടുകാർ പറയാ. പക്ഷെ തെക്കോട്ട് പോയ തമിഴൻ പറയ കവളം. കോഴി എന്ന് പറയുന്നതിന് തമിഴൻ എന്താ പറയാ? കോളി. അതുപോലെ കൊല്ലം എന്നതിന് തമിഴൻ പറയ കോവളം എന്നാണ്. 2 കോവളമുണ്ട്. ഒന്ന് മദ്രാസിൽ തമീമുൽ അൻസ്വാരി സ്വഹാബിയുടെ മഖ്ബറയുള്ള സ്ഥലമാണ്. മറ്റൊന്ന് കന്യാകുമാരിക്ക് അപ്പുറമുള്ള കോവളം ആണ്. ഇതൊക്കെ കോവളം. കൗലം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ എന്നാണ്. കൗലം എന്ന് പറഞ്ഞ കൗല് എന്നതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതാണ് ഖവാലി എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യ രൂപമുണ്ട് ഇന്ത്യയിൽ. കൗല്, പറച്ചിലിനെ കാവ്യമാക്കി അവതരിപ്പിക്കുന്ന രീതിയാണത്. അങ്ങനെ മസ്ജിദുകള് അതിൽ ദർസ് നടത്താനും ഇൽമ പറയാനും എല്ലാം ഉള്ളതാണ്. നിങ്ങൾക്കറിയാം, അൽ ഖറവിയ്യൻ എന്ന് പറയുന്ന മസ്ജിദ് ഉണ്ടാക്കിയത് ഫാത്തിമ ഫിഹ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. തനിക്ക് അനന്തരമായി കിട്ടിയ സ്വത്തുകൊണ്ട് അവരൊരു മസ്ജിദ് ഉണ്ടാക്കി. ഇവിടെ ഇപ്പൊ പലർക്കും തർക്കം, പെണ്ണായി പോയാൽ അനന്തരം കിട്ടുമോ എന്നാണ്. ഇസ്ലാം പെണ്ണിന് പകുതിയേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വലിയ ഒച്ചപ്പാടാ. പകുതി കൊടുക്കുന്നുണ്ടോ? വേറെ ഏതു മതത്തിന്റെ വേദഗ്രന്ഥത്തിലാണ് പെണ്ണിന് അനന്തരാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിക സിസ്റ്റം വരുന്നതിന് മുമ്പ് ലോകത്ത് ഏതു ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാം പെണ്ണിന് പകുതിയല്ല കൊടുക്കുന്നത്. ഇസ്ലാം പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന മതമല്ല. ഇസ്ലാം പെണ്ണിനെ തന്റെ കുടുംബത്തിന്റെ ഭാഗമായി കാണുന്ന മതമാണ്. പെണ്ണ് മകളായിരിക്കുമ്പോൾ പിതാവും, ഭാര്യയായിരിക്കുമ്പോൾ ഭർത്താവും, ഭർത്താവ് മരണപ്പെട്ടാൽ ഉമ്മയായിരിക്കുമ്പോൾ മക്കളും, അല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ അവരെ നോക്കണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. പെണ്ണ് ജീവിക്കാൻ ഒരു പൈസയും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടതില്ല. ഇങ്ങനെ പറയുന്ന ഒരു സിദ്ധാന്തം ലോകത്ത് എവിടെയാണ് ഉള്ളത്? പിന്നെന്തിനാ പെണ്ണ് സ്വത്ത് കൊടുക്കുന്നത്? എങ്കിലും അവൾക്കൊരവകാശം കൊടുക്കുന്നു. അവൾക്ക് ദാനധർമ്മം ചെയ്യാനും അവളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അവളുടേതായ അവൾക്ക് ഭക്ഷണത്തിന് വേണ്ട, വസ്ത്രത്തിന് വേണ്ട, ചികിത്സക്ക് വേണ്ട, ഒന്നിനും അവൾ ചെലവഴിക്കേണ്ട. അതൊക്കെ ആണുങ്ങൾ കൊടുത്തോളൂ.
അതാണ് ഫാത്തിമ ഫിഹിയ എന്ന് പറയുന്ന സഹോദരി തനിക്ക് കിട്ടിയ അനന്തരം മുഴുവനും ഉപയോഗിച്ച് ഒരു മസ്ജിദ് അങ്ങുണ്ടാക്കി. അതാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി മാറിയത്. മക്കയിൽ ഉണ്ടാക്കിയ സൗലത്തിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, മദ്രസ എന്നാണ് അതിന് പറയാ. അത് ഇന്ത്യക്കാരിയായ സൗലത്തുന്നിസ ബീഗം ഉണ്ടാക്കിയതാണ്. ഇന്നും ആ മദ്രസ മക്കയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആസാമിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് മദ്രസ എന്ന് പറഞ്ഞാല് വേറെന്തോ സംഗതിയാണെന്നാ. ഈ മദ്രസയിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഉസ്താദുമാരെ നോക്കുക, സഖാഫി, ഖാസിമി, ദാരിമി, ഫൈസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ മസ്ജിദിൽ ഓതി പഠിക്കുന്നത് കേവലം പൂജാതി കർമ്മങ്ങൾ മാത്രമല്ല. മസ്ജിദിൽ വെച്ചവര് ഫിഖ്ഹും അഖീദയും തസവ്വുഫും പഠിക്കുന്നതിന് പുറമെ ഹിസാബ് പഠിക്കുന്നുണ്ട്. ഹിസാബിന് ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് എന്നാണ് പറയാ. ഉഖ്ലായിദിസ് എന്ന് പറയുന്ന ഒരു കിതാബ് പഠിക്കുന്നുണ്ട്. അതെന്താ സബ്ജക്ട്? ഹന്തസ, എഞ്ചിനീയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഫൽസഫ പഠിക്കുന്നുണ്ട്, ഫിലോസഫി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. അഫ്ലാക്ക് പഠിക്കുന്നുണ്ട്, ആസ്ട്രോണമി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക, വാന നിരീക്ഷണ ശാസ്ത്രം. അവര് ഇൽമുൽ ജിയോളജിയ, ജിയോഗ്രഫി പഠിക്കുന്നുണ്ട്, ജിയോളജി പഠിക്കുന്നുണ്ട്, അരിതമെറ്റിക്കും ലോഗരിതവും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അറബിയിലാ പഠിക്കുന്നത്. ചിലര് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചാലേ അറിവാകൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരൻ തുണിയെടുക്കാൻ നടക്കുന്ന കാലത്തില്ലേ, അന്നത്തെ അറിവിനെന്താ പറയാ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലോകത്ത് എവിടെയാണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷുകാരൻ ഭരിച്ച ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളും കഴിച്ചാ വേറെ എവിടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. റഷ്യയിൽ പോയപ്പോ, എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ല, ഒരു ബക്കറ്റ് ചോദിച്ച്, ടോയ്ലറ്റിൽ അവിടെ പൈപ്പും വെള്ളമൊന്നും ഉണ്ടാവില്ല, അപ്പൊ ഒരു പാട്ടയും ബക്കറ്റും കിട്ടണം. ഒന്നും ചോദിച്ചിട്ട് മനസ്സിലാകുന്നില്ല, കൈകൊണ്ട് സൈൻ ലാംഗ്വേജ് അറിയില്ല, പല ആംഗ്യവും കാണിച്ചപ്പോൾ ഒരാളൊരു സ്പൂൺ കൊണ്ട് തന്നു. ഇംഗ്ലീഷ് എനിക്കറിയാം, ഉറുദു അറിയാം, വേറെ പല ഭാഷയും അറിയാം, റഷ്യൻ ലാംഗ്വേജ് അറിയില്ല. അതുപോലെ ചൈനയിൽ ചെന്ന ഇംഗ്ലീഷ് പറയില്ല, തുർക്കിയിൽ ചെന്ന ഇംഗ്ലീഷ് പറയില്ല. യൂറോപ്പിൽ തന്നെ അധിക രാജ്യങ്ങളിലും സ്പാനിഷ്, സ്പെയിനിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, ചിലയിടത്ത് ജർമ്മനാ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് എവിടെയാ ഉള്ളത്? ഇംഗ്ലീഷ് വൈദ്യം എന്ന് നമ്മൾ പറയാറുണ്ട്, ഇംഗ്ലീഷ് ഡോക്ടറാന്ന് അറിയോ? ആ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയോ? സ്കൂളിൽ പഠിച്ച കുട്ടിയോട് ചോദിച്ചു നോക്കൂ, പെണ്ണിന് എന്താ പറയാ? കുട്ടികൾ പറയട്ടെ, പെണ്ണിന് എന്താ ഇംഗ്ലീഷ് പറയാ? വുമൺ അല്ലേ? ആശുപത്രി പോയി ഡോക്ടറോട് വുമൺ എന്ന് പറഞ്ഞു നോക്ക്, അയാള് ഗൈനക് എന്നാ പറയാ. ആശുപത്രിയിൽ ചെന്നാൽ പെണ്ണിന് ഗൈനക് എന്നാ പറയാ. സ്കൂളിൽ ചെന്നാൽ കുട്ടിക്ക് ചൈൽഡ് എന്ന് പറയും, ഹോസ്പിറ്റലിൽ ചെന്നാൽ പീഡിയാട്രിക് എന്നാ പറയാ. എല്ലിന് സ്കൂളിൽ ചെന്നാൽ ബോൺ എന്ന് പഠിക്കും, ഹോസ്പിറ്റലിൽ ചെന്നാൽ ഓർത്തോ എന്നാ പറയാ. ഇതൊന്നും നമുക്ക് ഓർക്കാൻ കഴിയൂല. ആക്ടമി, ഇസ്റ്റാക്ടമി, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇതൊക്കെ യൂനാനി ഭാഷയാണ്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഭാഷയാണ് ഇതെല്ലാം. കാരണം വൈദ്യം തുടങ്ങിയത് ഗ്രീസിലാണ്. അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായ പ്രയോഗങ്ങളൊക്കെ യൂനാൻ ഭാഷയിലാണ്. ഇന്നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരനായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് എന്നതിനെ പറ്റി പറയുന്നേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് വൈദ്യമല്ല, അത് യൂനാനി വൈദ്യമാണ്. യുനാനി വൈദ്യത്തിന്റെ മോഡേൺ വെർഷനും ഉണ്ട്, ആൻഷ്യന്റ് വെർഷനും ഉണ്ട്. 1000 വർഷം മുമ്പ് സ്പെയിനിലെ സക്കരിയ റാസി എന്ന് പറയുന്ന വൈദ്യൻ, അബുൽ ഖാസിം സെഹ്റാവി എന്ന് പറയുന്ന വൈദ്യൻ, അദ്ദേഹം കുടൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 1000 വർഷം മുമ്പ് ഇബ്നു സീന തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സർജറിയൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ട്. നമ്മളിപ്പോ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വൈദ്യം വന്നിട്ട് എത്ര 300 കൊല്ലമായിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയല്ല അറിവെന്ന് പറയുന്നത്. അറിവെന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും വിജ്ഞാനവും ആണ്. അതേതു ഭാഷയിൽ പഠിച്ചാലും അറിവാ. അതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഴയകാലം മുതൽക്കേ ബാഗ്ദാദിലും ഈജിപ്തിലും അവിടെ നിന്ന് വന്നിട്ട് ബഗ്ദാദിൽ നിന്ന് പിന്നെ സമർക്കന്ദിലും താഷ്കന്ദിലും ബുഖാറയിലും തിരുമിസിലും പിന്നെ കാബൂളിലും കറാച്ചിയിലും ഡൽഹിയിലും അങ്ങനെയാണ് സിൽക്ക് കച്ചവടക്കാർ മുഖേനയാണ് ഈ യാത്ര. സിൽക്ക് റൂട്ടിലൂടെയാണ് ഈ മദ്രസകൾ വരുന്നത്. മറ്റൊന്ന് സ്പൈസ് റൂട്ടിലൂടെ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങാൻ വേണ്ടി യമനിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ട് കപ്പൽ കയറിയ കച്ചവടക്കാർ മുഖേനയാണ് കേരളത്തിലൊക്കെ അറിവ് വരുന്നത്. വാസ്കോഡഗാമ അതാണ് ഇങ്ങനെ ചുറ്റിയിട്ട് ഗുഡ്ഹോപ്പ് മുനമ്പും ചുറ്റിയിട്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് കോഴിക്കോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്നു നോക്കുമ്പോ മലബാറിലെ മുസ്ലിംകളും ഹിന്ദുക്കളും ഏകോദര സഹോദരന്മാരായി സ്നേഹത്തോടെ കഴിയുകയാ.
അവിടെ വിഷം ചീറ്റാൻ വാസ്കോഡഗാമക്ക് കഴിഞ്ഞില്ല. സാമൂതിരി രാജാവും ഷെയ്ഖ് ജിഫ്രിയും തമ്മിൽ വളരെ പെറ്റാണ്. പൊന്നാനിയിലെ ഉസ്താദ് മഖ്ദൂം തങ്ങളും സാമൂതിരിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കോഴിക്കോടിനെ ആക്രമിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരൻ വന്നപ്പോ മഖ്ദൂം തങ്ങൾ അറബിയിൽ കത്തെഴുതിയിട്ടാണ് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നും നേവിപ്പട കോഴിക്കോട്ടേക്ക് വരുന്നത്. മഖ്ദൂമിന്റെ ശിഷ്യന്മാരായ കുഞ്ഞാലി മരക്കാരും തച്ചോളിയോദയനന്റെ ശിഷ്യന്മാരായ കടത്തനാട് ഗുരുക്കന്മാരെന്ന് പറയുന്ന നായർ പടയാളികളും ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരനെ അട്ടിയോടിച്ചു. അതുകൊണ്ടാണ് ഗോവയിൽ ചെന്ന് കോട്ടയുണ്ടാക്കിയത്. ഗോവയിൽ ചെന്നാൽ ഇന്ന് മിനി സ്കേർട്ടും സ്ലീവില്ലാത്ത കുപ്പായവും അതേ നിങ്ങൾ കാണൂ. ആ നഗ്നതയും പാശ്ചാത്യൻ സംസ്കാരവും ഒക്കെ ഗോവയിലേക്ക് പോയത് അതുകൊണ്ടാ. ഹിന്ദു മുസ്ലിം സ്നേഹവും ഐക്യവും കൊണ്ടാണ്. ഇന്നിപ്പോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാ ചിലര് പറയുന്നത്. ആണും പെണ്ണും അങ്ങനെ പേരൊന്നും പറയണ്ട. പിന്നെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്, അതൊക്കെ വേണം മുറിച്ചു മാറ്റിക്കളയാം. ആണും പെണ്ണൊക്കെ തോന്നും പോലെയാണ്. കല്യാണം ഒന്നും വേണ്ട, ആരെങ്കിലും നടക്കുന്ന വഴിയിൽ കണ്ടവരെ പിടിച്ചു കൂട്ടിയ ആ മക്കളും ഉണ്ടായിക്കൊള്ളും, അപ്പൊ ജനസംഖ്യ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന തനിച്ച സ്വതന്ത്രവാദികൾ, ഈ യൂറോപ്യൻ ചിന്താഗതികൾ, ലിബറലിസ്റ്റ് ചിന്താഗതികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സ്വവർഗ കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പോവുകയാണ്. ഇതൊന്നും മനുഷ്യത്വമല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഈ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആവശ്യമായ മുഴുവൻ ശാസ്ത്രത്തെയും വൈദ്യത്തെയും എല്ലാറ്റിനെയും പഠിപ്പിക്കുന്ന രീതിയാണ് മദ്രസ എന്ന് പറയുന്നത്. കേരളത്തില് ദർസ് എന്നായി അതിന്റെ പേര്. അതുകൊണ്ട് മദ്രസ എന്ന പേരില്ലാതായി. അപ്പൊ സ്കൂളുകൾക്ക് പകരം മദ്രസ എന്ന ഉപയോഗം നമ്മുടെ നാട്ടിൽ വന്നു. അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വതന്ത്ര രാജ്യമായി വളർന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് മുസ്ലിംകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും എല്ലാവരും ചേർന്നുള്ള ഒരു നാട് ആയതുകൊണ്ട് തന്നെ MLA ബഹുമാനപ്പെട്ട തങ്ങള് എല്ലാവരും എത്തിച്ചേർന്നു. അപ്പൊ ഞാൻ ചുരുക്കുക, എല്ലാവരും ഇരിക്കുക. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇരിക്കുക. അപ്പൊ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു രാജ്യത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി ഗവൺമെന്റ് പണം ചെലവഴിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിംകളുടെ മദ്രസ പഠനം, അത് മുസ്ലിങ്ങൾ മതപഠനം അവർ സ്വന്തം ചെയ്തു. അതുപോലെ മറ്റു മതക്കാർ അവരുടെ വേദപഠനങ്ങളും വേദാന്തവും ഒക്കെ അവരവരുടെ മതത്തിന്റെ ചെലവിലും അവരുടെ സ്ഥാപനങ്ങളിലുമായി നടത്തുകയും അങ്ങനെ സൗഹാർദ്ദത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മസ്ജിദ് എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ കേന്ദ്രമാണ്, സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷനും പറഞ്ഞു ഈ മസ്ജിദ് ഉണ്ടാക്കാൻ സഹായിച്ച ഹിന്ദു സുഹൃത്തുക്കളുടെ പേരുകൾ, മദ്രസയുണ്ടാക്കാൻ സഹായിച്ച്. അതാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ ഉടനീളം ഉള്ളത്. അത് തന്നെയാണ്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസ്ഥാപിത മദ്രസ എന്ന് പറയുന്നത് കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവാ എന്ന് പറയുന്ന മദ്രസയാണ്. കുതുബ് മിനാറും അതുപോലെ ഹുമയൂൺ ടോംബും ഗോൽക്കൊണ്ടയും ചാർമിനാറും ഇതൊക്കെ പഴയ കാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. ഡൽഹിയിൽ ഇന്ന് പോയാൽ നിങ്ങൾക്ക് ബസ്സിൽ കയറിയാൽ മദ്രസ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കിട്ടും. അത് സഫ്ദർജംഗ് മദ്രസയാണ്. അതൊക്കെ കേവലം 2 മണിക്കൂർ ഖുർആനും ഹദീസും നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിക്കുന്ന മദ്രസകളല്ല. വാന നിരീക്ഷണവും ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളാണ്. അതാണ് യഥാർത്ഥത്തിൽ മദ്രസകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മസ്ജിദുകളിൽ നിന്ന് കേൾക്കുന്ന അദാൻ, വാങ്ക്, അതെല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടമാണ്. കാരണം സമയം അറിയാനുള്ള ഒരു അടയാളമാണത്. രാവിലത്തെ വാങ്ക് കേൾക്കുമ്പോൾ പ്രഭാതം വിടരാനായി, എഴുന്നേൽക്കാനായി. അത് മുസ്ലിമിന് മാത്രമൊന്നുമല്ല, എല്ലാവരും ബ്രഹ്മ മുഹൂർത്ത ഉത്തിഷ്ഠേ എന്നാണ് ബ്രാഹ്മണന്മാര് പറയുന്നത്. ആ സമയത്ത് എഴുന്നേൽക്കണമെന്നാണ് അവരുടെ മതം പറയുന്നത്. എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്നതാണത്. പിന്നെ മധ്യാഹ്നത്തിലൊരു വാങ്ക്, സന്ധ്യയാകുന്നതിന് മുമ്പ് മറ്റൊരു വാങ്ക്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊരു വാങ്ക്, പിന്നെ കിടന്നുറങ്ങാനാകുമ്പോ ഒരു വാങ്ക്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കച്ചവടമൊക്കെ നിർത്തിവെച്ച് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്നൊരു സമയം അറിയിക്കലാണ് ഈ വാങ്കിലുള്ളത്. കൈതപ്രം നമ്പൂതിരി എൻ്റെ കൂടെ ഒരിക്കൽ ദുബായിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ
അവിടുന്ന് നല്ല വാങ്ക് കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള വാങ്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കണം. എന്തൊരു സൗന്ദര്യമുള്ള സംഗീതമാണ്. അദ്ദേഹം കവിയ, ആസ്വദിക്കാൻ പറ്റണം. അപ്പൊ വാങ്ക് ഏറ്റവും സുന്ദരമുള്ളതാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സുന്ദരമായ ശബ്ദമുള്ള ആളുകൾ വാങ്ക് കൊടുക്കണം. ബിലാൽ ഇബ്നു റബാഹ്, നീഗ്രോ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ജാതീയതയുടെ കറുത്തവനും വെളുത്തവനും തമ്മിൽ ഉച്ചനീചത്വത്തിന്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലത്താണ് മുടി ചുരുണ്ട, ചുണ്ടുതടിച്ച, കറുത്തിരുണ്ട നീഗ്രോ അടിമയായ ബിലാലിനെ അടുത്തു പിടിച്ചുകൊണ്ട് തന്റെ കൂടെ ചേർത്ത് വെക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പറഞ്ഞു, മസ്ജിദിന്റെ മുകളിൽ കയറി വിളിക്കൂ ബിലാലെ. ബിലാൽ വിളിക്കുന്ന വിളി കേട്ടിട്ട് മനുഷ്യർ വരട്ടെ. അങ്ങനെ ജാതീയതയെ തൂത്തെറിഞ്ഞു. സ്ത്രീ പ്രസവിച്ചാൽ, പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ടാൽ മുഖം കറുത്തു പോകുന്നൊരു കാലം, ജീവനോടെ കുട്ടിയെ കുഴിച്ചിടുന്നൊരു കാലം. അന്ന് പെണ്ണിനെ എനിക്കിഷ്ടമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചു. പെണ്ണിന് വലിയ ഡിഗ്നിറ്റി കൊടുത്തു. പെണ്ണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കുപ്പായം ഇടരുത്, പുറത്ത് കീറി കഴുത്ത് തുറന്ന് മാറും കാണിച്ച് അവൾ സ്റ്റേജിൽ വന്നിരിക്കണം, ഞങ്ങൾക്കത് നോക്കി ഇങ്ങനെ രുചിക്കണം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ റസൂലുള്ളാഹി തങ്ങൾ നിലകൊണ്ടു. പെണ്ണിന്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കണം. അവരുടെ പ്രൈവസി പൊളിക്കരുത്, അവരുടെ പ്രൈവസി അംഗീകരിക്കണം. അവർക്കിടയിലേക്ക് ആരും കടന്നു കയറണ്ട. നിങ്ങൾക്കിടയിലേക്ക് അവരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിക്കണ്ട. അങ്ങനെ നിങ്ങൾ നൊട്ടി നുണയണ്ട. അവരുടെ ഡിഗ്നിറ്റിയെ പാലിക്കണം എന്ന് പറഞ്ഞത് പെണ്ണിന്റെ സ്വാതന്ത്ര്യവും അവരുടെ മഹത്വവുമാണ്. ചിലര് പറയുന്നത് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. എന്താണ് ഇവൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം? ഇവന്റെ മുന്നിൽ വന്ന് ഉടുതുണി ഒഴിച്ചിട്ട് പെണ്ണ് ഡാൻസ് ചെയ്യണം. നിങ്ങൾ കണ്ടില്ല, ആണിന് പാൻസും കുപ്പായം, ഫുൾ സ്ലീവ്, ടൈ, പിന്നെ അതിന്റെ പുറത്ത് ഓവർകോട്ട് എല്ലാം ഇട്ടിങ്ങനെ നടക്കും. പെണ്ണോ, അവള് മുട്ടിന്റെ താഴോട്ട് മറക്കാൻ പാടില്ല, മാറ് മറക്കാൻ പാടില്ല, പുറത്ത് മറക്കാൻ പാടില്ല, കൈ തുറന്നിടണം, തലയിലൊന്നിടാൻ പാടില്ല. ഇതെന്തൊരു നീതികേടാണ്! പെണ്ണിനോട് കാണിക്കുന്നത് എന്തൊരു അപരാധമാണ്! പറയുന്ന കേട്ടാ തോന്നും പെണ്ണിനോട് ഇവർക്ക് വലിയ സ്നേഹമാണെന്ന്. അത് സ്നേഹമല്ല, അത് വേറെ കാര്യമാണ്. അതുകൊണ്ട് നാം പഠിച്ചു വന്നിട്ടുള്ള യഥാർത്ഥ രീതിയിലും അച്ചടക്കത്തിലും ജീവിച്ചുകൊണ്ട് പഠിച്ചുയരണം. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ചീഫ് ഓഡിറ്റർ ഷിഫ എന്ന് പറയുന്ന വനിതയായിരുന്നു. നബിതങ്ങളുടെ ഭാര്യയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങൾക്ക് ശേഷം 40-ലധികം വർഷം ജീവിച്ച് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും അറിവ് പകർന്നു കൊടുക്കുന്ന വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. പെണ്ണിന് അറിവ് കൊടുക്കുന്നതിനും പെണ്ണിനെ വളരുന്നതിനും ഒന്നും ഇസ്ലാം തടഞ്ഞിട്ടില്ലെന്നും മാത്രമല്ല, ഇസ്ലാം മാത്രമാണ് ലോകത്ത് അതിനെല്ലാവിധ ഉയർച്ചയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ നിൽക്കണം എന്നത് പ്രൈവസിയാണ്. അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ളതാ. പെണ്ണിനെന്താ പറയാ മലയാളത്തില്? അന്തർജനം, സംസ്കാരം. അതാണ് അന്തർജനം. അന്തർജനം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് മലയാളവും സംസ്കൃതവും ഹിന്ദിയും ഒക്കെ അറിയുന്നവരോട് ചോദിക്കുക. ഔറത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുക. നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ പെണ്ണിനെ പറ്റി പറയുന്നത് എന്താ? ഔറത്ത്. ഔറത്ത് എന്താ അർത്ഥം? മറച്ചു വെക്കേണ്ടത് എന്നല്ലേ അർത്ഥം? അപ്പൊ ഇത് ഇസ്ലാം കൊണ്ടുവന്നതാണോ? മാനുഷിക സംസ്കാരമുള്ള ആളുകൾ മുഴുവനും ലോകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇവിടെ ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ മസ്ജിദിനെ മസ്ജിദായി കാണുകയും ആ സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ രീതി ലോകത്ത് മുഴുവനും ഉള്ള രീതിയാണ്. പിന്നെ മതത്തിന്റെ ആളുകൾ, ഓരോ മതക്കാർക്കും അവരവരുടെ വിശ്വാസമുണ്ട്. വിശ്വാസം മാറ്റിവെക്കാൻ കഴിയില്ല. ക്രിസ്ത്യാനി ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല. ഹിന്ദു ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ ഹിന്ദു ആവില്ല, ക്രിസ്ത്യാനി ആവില്ല. മുസ്ലിം അതുപോലെ മറ്റുള്ളവന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരും ഇല്ല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നത് മുസ്ലിമിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം വെച്ച് മനുഷ്യൻ, എല്ലാവരും മനുഷ്യരാണ്, പരസ്പരം സ്നേഹിക്കണം. അപ്പോ ക്രിസ്മസിന്റെ സ്റ്റാർ തൂക്കാൻ മുസ്ലിം പോകൂല, ഓണത്തിന്റെ പായസം വെക്കാനും മുസ്ലിം പോകൂല,
വലിയ പെരുന്നാളിന് പോത്തിനെ അറക്കാനും ആടിനെ അറക്കാനും അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യില്ല. അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ പാടുണ്ടോ? എല്ലാ ഹിന്ദുക്കളും പശുവിനെ അറക്കണം, ക്രിസ്ത്യാനികൾ ആടിനെ അറക്കണം എന്ന് പറയുക, അതാണ് തെറ്റ്. അതുപോലെ മുസ്ലിം സ്റ്റാർ തൂക്കണം, മുസ്ലിം ഓണം ആഘോഷിക്കണം എന്നൊന്നും പറയരുത്. ഓരോ മതത്തിന്റെയും ആചാരം അവരവർക്കുള്ളതാണ്. അന്ന് നമുക്ക് എൻ്റെ അടുത്ത അയൽവാസി ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടി കൊടുക്കാം, പഞ്ചസാര കൊടുക്കാം. മാനുഷിക സ്നേഹമാണത്. അങ്ങനെയുള്ള സ്നേഹം മതകാര്യങ്ങളിലും ആചാരങ്ങളിലും യാതൊരു നിലക്കും കോംപ്രമൈസ് ഇല്ല. അതാരും പരസ്പരം ചെയ്യില്ല. അതാണ് മതേതര ഭാരതം എന്ന് പറയുന്നത്. അത് സ്നേഹത്തിന്റെ നാടാണ്. ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളിൽ ഹിന്ദു പോകുന്നു, ഹിന്ദു അമ്പലത്തിൽ പോകുന്നു, ബ്രാഹ്മണന്മാർ അവരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു, മറ്റു ഉള്ള ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നു, മുസ്ലിംകൾ അവരുടെ മസ്ജിദിൽ പോകുന്നു, ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ പോകുന്നു. റോഡും പാലവും സ്കൂളും പൊതുകാര്യങ്ങൾ ആശുപത്രിയും ഇതെല്ലാം എല്ലാവർക്കും ഒന്ന്. എല്ലാവരുടെയും ഭാഷ ഒന്ന്. എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നു. അങ്ങനെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന രാജ്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ചെത്തിയും ചെമ്മന്നിയും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് പറഞ്ഞ ഹിന്ദുവും മുസൽമാനും യഹൂദനും പാഴ്സിയും എല്ലാം ചേർന്നുള്ള നല്ലൊരു നാടുണ്ടാകണമെങ്കിൽ ഇവിടെ മസ്ജിദുകൾ ഉണ്ടാകണം, മന്ദിരങ്ങളും ചർച്ചുകളും ഉള്ള അത് നിലനിൽക്കണം. അതിൻ്റെ ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കണം. ഇപ്പൊ കോഴിക്കോട്ട് ജാമിയുൽ ഫുതൂഹ് എന്ന പേരിൽ ഒരു മസ്ജിദ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും അവിടെ വന്നിട്ടുണ്ടാകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മസ്ജിദാണ് ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ജാമിയുൽ ഫുതൂഹ്. 25,000 ആളുകൾക്ക് നിസ്കരിക്കാം. ആ മസ്ജിദില് മറ്റു മതക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്കിരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മുറിയും ലൈബ്രറിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് എല്ലാ മതക്കാരും കയറൂലല്ലോ. അങ്ങനെ നിർബന്ധിക്കാനും പാടില്ല. അമ്പലത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അവിടെ ഞങ്ങൾക്കും കയറണം എന്ന് പറയാൻ പാടില്ല. ഒരു മതത്തിൽ അവരുടെ നിയമം അനുസരിച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാണെങ്കിൽ അതിനെ അംഗീകരിക്കണം. അത് അവരുടെ മതത്തിന്റെ നിയമമാണ്. ഇസ്ലാമിൽ എന്താണോ നിയമം ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു നൽകി, അതാണ് മുസ്ലിമിന്റെ നിയമം. ചിലരിങ്ങനെ ആ നിയമം പരിഷ്കരിക്കണം, ഇതിങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പരിഷ്കരിക്കാൻ പറ്റുന്ന സാധനമല്ല. അത് അള്ളാഹു താല തന്നിട്ടുള്ള നിയമമാണ്. അത് കേവലം നിയമങ്ങളല്ല, അത് തികച്ചും യുക്തിഭദ്രവും ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതേത് കാര്യവും നമുക്ക് തെളിയിക്കാനും സാധിക്കും. ഇപ്പൊ അതിന്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല. അപ്പൊ ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഈ നാടിന്റെ വളർച്ചക്ക് എല്ലാവരും ഒന്നിച്ചു മുന്നേറുന്ന വലിയ ഒരു മനോഹരമായ ദൃശ്യമാണ് ഇവിടെയും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ബഹുമാന്യനായ ഹൈന്ദവ മതത്തിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ആള് മഠത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു മതത്തിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരാളാണ്. മുസ്ലിമിന്റെ പള്ളിയിൽ കടന്നിനാ വന്ന് നോക്കൂ. ചിലപ്പോൾ ക്രിസ്ത്യാനികൾ വരും. നമ്മൾ അങ്ങോട്ടും അതുപോലെയുള്ള കാര്യങ്ങളിൽ പരസ്പരം പങ്കെടുക്കും. ഈ അടുത്ത് യൂസുഫ് അലി സാഹിബ് അക്ഷർധാം ടെമ്പിളിന്റെ പരിസരം സന്ദർശിക്കാൻ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറൂല, കാരണം അയാൾ മുസ്ലിമാണ്. അക്ഷർധാം ടെമ്പിളിന്റെ മുറ്റത്ത് അദ്ദേഹത്തിനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി. അക്ഷർധാം സ്വാമികൾ, പൂജാരികളൊക്കെ അവിടെ ഇരുന്നു. അവരോട് യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, അവർ ബിലീവ് ഈസ് ഗോഡ് ഈസ് വൺ. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ഒന്നാണ്. അല്ലാഹ് ഈസ് ദ ഗോഡ് ഫോർ എവ്രി വൺ. റബ്ബുൽ ആലമീൻ, വി സേ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ ദൈവം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് ആ അമ്പലക്കാര് സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ വളരെ സ്പഷ്ടമായി യൂസുഫ് അലി സാഹിബ് പറഞ്ഞു. അങ്ങനെ പരസ്പരം മതത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചും ആചാരത്തിലും നിന്നുകൊണ്ട് മനുഷ്യരായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹത്തായ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ള മന്ത്രധ്വനികളാണ് മന്ദിരങ്ങളിൽ നിന്നും ചർച്ചുകളിൽ നിന്നുള്ള മണിയടിയും മസ്ജിദുകളിൽ നിന്നുള്ള വാങ്കുലിയുമെല്ലാം പ്രശോഭിതമായ ഈ മുഹയ്യിദ്ദീൻ മസ്ജിദ്, അതിൻ്റെ അടിത്തറവാകിയ അടിസ്ഥാനപരമായ മസ്ജിദ് ഉണ്ടാക്കിയ തങ്ങളുഞ്ഞു ഹാജിയാർ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും
ഖബർ അവിടെയുണ്ട്. അള്ളാഹു അവരുടെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ മക്കൾക്കും ഇന്ന് ഇത് പുനർനിർമ്മിച്ച, അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഇതിനുവേണ്ടി അധ്വാനിച്ചവരുണ്ട്. ഇവിടെ ഇമാമത്ത് നിന്ന് ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഇപ്പോഴത്തെ ഉസ്താദുണ്ട്. എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹവും ബറക്കാത്തുകളും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കോഴിക്കോട്ട് വരുമ്പോൾ ജാമിഉൽ ഫുതൂഹ് കാണാൻ വേണ്ടി വരണം. റമദാൻ മാസത്തിൽ റമദാൻ 17-ാം രാവിന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ബദരിയത്ത് സ്മാരക പ്രോഗ്രാം അവിടെയുണ്ട്. വിദേശികളും സ്വദേശികളുമായ മഹത്തുക്കളായ സുഫിയാക്കളും സയ്യിദന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. എല്ലാറ്റിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.